നമസ്കാരം. ഗൾഫ് മിഡിൽ ഈസ്റ്റ് മേഖലയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിശകലനങ്ങളുമായി മീറ്റ് ദിസ് വീക്ക് എന്ന വാരാന്ത്യ പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. UAE അജ്മാൻ കേന്ദ്രമായ മലയാളം റേഡിയോ സ്റ്റേഷനായ ഗോൾഡ് FM-ന്റെ രണ്ടാം പിറന്നാൾ ആഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. 101 റേഡിയോ ശ്രോതാക്കളുമായി യൂറോപ്പിലെ തുർക്കി ഇസ്തംബുളിലാണ് ഈ ആഘോഷം സംഘടിപ്പിക്കുന്നത്. ജയ്ഹിന്ദ് TV-യാണ് ഈ പരിപാടിയുടെ മീഡിയ പാർട്ട്ണർ. ഫുൾ ഇവിടെ നമുക്ക് ടർക്കി മയമാണെന്ന് തന്നെ പറയാം. ഗോൾഡ് FM-ന്റെ സ്റ്റുഡിയോ ടർക്കി ആയിട്ട് മാറിയിരിക്കുകയാണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സംശയം. UAE-ലെ വടക്കൻ നഗരമായ അജ്മാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മലയാളം റേഡിയോ സ്റ്റേഷനാണ് ഗോൾഡ് 101.3 FM റേഡിയോ. ഇത് രണ്ടാം വർഷമാണ് ഗോൾഡ് FM റേഡിയോ ഇത്തരത്തിൽ വ്യത്യസ്തമാർന്ന ആഘോഷം സംഘടിപ്പിക്കുന്നത്. നേരത്തെ ഒന്നാം വാർഷികം തായ്ലാന്റിലെ പട്ടായയിലാണ് ശ്രോതാക്കളുമായി ആഘോഷിച്ചത്. അതിനാൽ ഇത്തവണ മറ്റൊരു വ്യത്യസ്തമാർന്ന നഗരമെന്ന നിലയിൽ തുർക്കി ഇസ്താംബൂളിലേക്ക് യാത്രാസ്ഥലം തിരഞ്ഞെടുക്കുകയായിരുന്നു. ഏകദേശം ഒരു മാസം നീണ്ടു നിന്ന കോൺടെസ്റ്റുകൾ അത് SMS-ലൂടെ ഉണ്ടായിരുന്നു, ഫേസ്ബുക്കിലൂടെ ഉണ്ടായിരുന്നു, റോഡ് ഷോസ് നടന്നിട്ടുണ്ടായിരുന്നു. അതിലൂടെ എല്ലാം സെലക്ട് ആയിട്ടുള്ള ഭാഗ്യശാലികളായിട്ടുള്ള 101 വിന്നേഴ്സാണ് ഞങ്ങളുടെ കൂടെ വരാൻ പോകുന്നത്. ആൻഡ് നിങ്ങൾക്കറിയാം, ഇസ്താംബുൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പോകുന്ന സമയം ജൂൺ 11 മുതൽ 14 വരെ ഈ ഒരു സമയത്താണ് ഇസ്താംബുൾ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഒരുപാട് നല്ല ഫുഡ്, ഒരുപാട് നല്ല കാര്യങ്ങൾ എല്ലാം ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഇസ്താംബുൾ. ഇതൊക്കെ കാണാൻ വേണ്ടി പറ്റിയ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇസ്താംബുൾ ടർക്കിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നത്. യൂറോപ്യൻ വൻകരയിലേക്കും ഏഷ്യൻ വൻകരയിലേക്കുമായി നീണ്ടുകിടക്കുന്ന ലോകത്തിലെ അപൂർവ നഗരങ്ങളിലൊന്നാണ് ഇസ്താംബുൾ. ഇതോടൊപ്പം യൂറോപ്യൻ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാംസ്കാരിക സാമ്പത്തിക സ്ഥിരാകേന്ദ്രം എന്ന സ്ഥാനവും ഇസ്താംബൂളിന്റെ മാത്രം പ്രത്യേകതയാണ്. യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള നഗരം എന്ന സ്ഥാനവും ഈ ചരിത്ര നഗരത്തിന്റെ ഭാഗമാണ്. അതിനാൽ നിരവധി ചരിത്രവും സംസ്കാരവും വിനോദവും വിജ്ഞാനവും നിറഞ്ഞ അനുഭവമായിരിക്കും ഈ യാത്രയെന്ന് ഈവന്റ് സംഘാടകരായ ദുബായിലെ ഇക്വിറ്റി പ്ലസ് ഏജൻസി അധികൃതർ പറഞ്ഞു. ടർക്കിയെ സംബന്ധിച്ചിടത്തോളം പല പുരാതനമായ പല മോണമെന്റ്സും ഉണ്ട്. അതുപോലെ തന്നെ കാഴ്ചയ്ക്ക് കണ്ണിന് ഇമ്പം ഉള്ള ഒത്തിരി കാര്യങ്ങൾ ടർക്കിയിലുണ്ട്. പിന്നെ ഈ ഒരു പോകുന്ന ഗ്രൂപ്പ് 101 ലിസണേഴ്സിനെ ആയിട്ട് ഈ പോകുന്ന ഒരു ഗ്രൂപ്പാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം. 3 രാത്രികളും 4 ദിവസങ്ങളുമായി നീളുന്ന ഈ ഒരു ട്രിപ്പ് തീർച്ചയായിട്ടും അതിൻ്റെ എല്ലാ അർത്ഥത്തിലും എല്ലാവിധ ഭംഗിയോടും കൂടി ചെയ്യുവാനായിട്ട് അതിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഗോൾഡ് FM റേഡിയോയിലെ വിവിധ പരിപാടികളിലൂടെയാണ് തുർക്കിയിലേക്കുള്ള വിജയികളെ കണ്ടെത്തിയത്. അതിനാൽ ശ്രോതാക്കളിൽ നിന്നും തുടക്കം മുതലേ മികച്ച പ്രതികരണമായിരുന്നുവെന്ന് റേഡിയോ അവതാരകർ പറഞ്ഞു. വണ്ടർഫുൾ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മറിയാജ് ലെറ്റ്സ് ഗോ ടു ടർക്കി. ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് വാസ് ഇമ്മെൻസ്. SMS വഴിയാണേലും റോഡ് ഷോസിന് ഞങ്ങൾ പോയിരുന്നു. അപ്പോഴും അവിടെയും വന്നിട്ട് ആൾക്കാരുടെ ഒരു എക്സൈറ്റ്മെന്റ് വളരെ ഭീകരമായിരുന്നു. റെസ്പോൺസ് നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. പ്രത്യേകിച്ചും SMS-ന്റെ കാര്യം ഞാൻ എടുത്തു പറയാം. ചില ആൾക്കാർ നമുക്ക് ആയിരക്കണക്കിന് SMS അയക്കുന്നുണ്ട്. പക്ഷേ ഒരു SMS അയച്ചിട്ട് പോലും നമ്മുടെ കമ്പ്യൂട്ടർ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു ട്രിപ്പിൽ വരുന്ന ഭാഗ്യശാലികളും നമ്മളുടെ കൂട്ടത്തിലുണ്ട്. അതുകൂടാതെ ഫേസ്ബുക്കിൽ നമ്മൾ മറ്റൊരു കോൺടെസ്റ്റ് നടത്തുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് കമൻറ്റ്സ്, ഷെയർസ്, കാര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ആൻഡ് റോഡ് ഷോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പല ഭാഗത്തായിട്ട് അജ്മാനിലും ദുബായിലും അബുദാബിയിലും ഒക്കെ റോഡ് ഷോസ് നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തും മാസീവായിട്ടുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ജൂൺ മാസം 11 മുതൽ 14 വരെയാണ് ഗോൾഡ് FM ടീമും ശ്രോതാക്കളും തുർക്കിയിൽ പിറന്നാൾ ആഘോഷിക്കുന്നത്. ഇതോടനുബന്ധിച്ച് യാത്രയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ്രത്യേക കൂട്ടായ്മ ദുബായിൽ നടന്നു. ലെറ്റ്സ് ഗോ ടർക്കി എന്ന ഈ യാത്രാ പരിപാടിയുടെ മീഡിയ പാർട്ട്ണർ ജയ്ഹിന്ദ് TV-യാണ്. ജയ്ഹിന്ദ് TV ഈ യാത്രാവിശേഷങ്ങൾ പിന്നീട് സംപ്രേഷണം ചെയ്യും. ഇതിൻ്റെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് വെച്ചാൽ ഈ കോൺടെസ്റ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു നല്ലൊരു ട്വിസ്റ്റോട് കൂടിയിട്ടാണ്. ആൾക്കാരോട് അവരുടെ മനസ്സിലുള്ള അവർ വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം പ്ലേസ് ഞങ്ങൾക്ക് SMS അയച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അവരുടെ ഇഷ്ടവും നമ്മൾ ഉദ്ദേശിച്ച സ്ഥലവും ഒന്നാവുകയാണെങ്കിൽ അതിൽ നിന്നും ഒരു ലക്കി വിന്നറിനെ ഞങ്ങൾ കണ്ടെത്തുമായിരുന്നു. സോ ടർക്കി തന്നെ ആൻസർ അയച്ച ഒരുപാട് പേരും ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടും മറിയാജ് ലെറ്റ്സ് ഗോ ടു ടർക്കി ഒരു അമേസിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം പല തരത്തിലുള്ള ആൾക്കാർ ഈ ഒരു ട്രിപ്പിൽ വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം പങ്കെടുത്ത കുറച്ച് ആൾക്കാരുണ്ട്, ഈ വർഷം പുതിയതായിട്ട് വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പോകുന്നത്. ഓരോ പുതിയ യാത്രകളും ഓരോ പുതിയ സൗഹൃദങ്ങളാണ് ഊട്ടി ഉറപ്പിക്കുന്നത്. ലെറ്റ്സ് ഗോ ടർക്കി എന്ന യാത്രാ സംഘത്തിന് ഞങ്ങളുടെ യാത്രാ മംഗളങ്ങൾ.